ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഇലാസ്റ്റിസിറ്റിയുടെ ബാക്കി ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇലാസ്റ്റിസിറ്റി പഠിച്ചു നിർത്തിയത് എവിടെയായിരുന്നു? പോയിസൺസ് റേഷ്യോ. ഓക്കെ, പോയിസൺസ് റേഷ്യോയും പഠിച്ചിട്ടാണ് നമ്മൾ നിർത്തിയത്. അതല്ലായിരുന്നു നമ്മൾ ഫൈനൽ പഠിച്ചത്. ഓക്കെ, 3 ടൈപ്പ് മോഡുലസിനെ കുറിച്ച് പഠിച്ചു. യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, ബൾക്ക് മോഡുലസ്. എന്നിട്ട് പോയിസൺസ് റേഷ്യോ പഠിച്ചു, ഹുക്സ് ലോ പഠിച്ചു അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ബെൻഡിങ് ഓഫ് ബീംസ്. ബെൻഡിങ് ഓഫ് ബീംസ്. ബെൻഡിങ് ഓഫ് ബീംസ്. എന്താണ് ബെൻഡിങ് ഓഫ് ബീംസ്? അതായത് ഒരു ബീം എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കുലർ ഓർ ഒന്നില്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ ഒരു ഇതെങ്ങനെ സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ലെങ്തിനനുസരിച്ച് തിക്നെസ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു സ്ട്രക്ചർ, അതിനെയാണ് നമ്മൾ ബീം എന്ന് പറയുക. ഓക്കെ, ആ ബീം അതിൻ്റെ ബെൻഡിങ്ങിനെ കുറിച്ച്, അത് ബെൻഡ് ചെയ്യുമ്പം ഉണ്ടാകുന്ന കുറച്ച് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ബീം ഞാൻ ഒരു എൻഡിൽ ഇത് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഒരു എൻഡ് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചു, ഉറപ്പിച്ച് വെച്ചു. എന്നിട്ട് മറ്റേ എൻഡ് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ ബീം. അതിൻ്റെ മറ്റേ എൻഡിൽ ഞാനൊരു പർട്ടിക്കുലർ മാസ് കെട്ടിത്തൂക്കിയിട്ടെന്ന് കരുതുക. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇതെന്ത് സംഭവിക്കും? ഇതാ ഇങ്ങനെയാവും അല്ലേ? ഇത് വളരും, ശരിയല്ല? അപ്പോൾ ഇതാണ് ബീമിൻ്റെ ബെൻഡിങ്. ഓക്കെ, അപ്പം ഈ ബീം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഇങ്ങനെയുള്ള ലാർജ് നമ്പർ ഓഫ് 1 by 1 ആയിട്ട് ഒത്തിരി ഇങ്ങനത്തെ പ്ലേറ്റ്സ് വെച്ചിട്ടാണ് ഈ ബീം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കരുതുക. ഈ പ്ലേറ്റ്സ് ഓരോന്നും ഉണ്ടാക്കിയിരിക്കുമ്പോൾ നമുക്കറിയാം ബീം ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുക അല്ലേ? ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ പാർട്ട് എന്ന് പറയുന്നത് കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും, താഴത്തത് കോൺകേവ് ഷേപ്പ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ മുകളിലത്തെ പാർട്ടിന് ബെൻഡിങ് ഉണ്ട്, താഴത്തെ പാർട്ടിനും ബെൻഡിങ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പാർട്ട് ഉണ്ടാവും. ആ പാർട്ട് എങ്ങനെയായിരിക്കും? ബെൻഡിങ് ഇല്ലാത്ത ഒരു ലെയർ ഉണ്ടാവും അല്ലേ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇതിൻ്റെ മുകളിലത്തെ പാർട്ടിന് ഈ ഡയറക്ഷനിൽ കോൺവെക്സ് ഡയറക്ഷനിൽ ബെൻഡിങ് ഉണ്ടാവും, താഴത്തെ പാർട്ടിന് കോൺകേവ് ഡയറക്ഷനിൽ ബെൻഡിങ് ഉണ്ടാവും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആക്സിസ് ഉണ്ടാവും, അവിടെ എങ്ങനെയാണ് ബെൻഡിങ് ഇല്ലാതെ അതേപോലെ തന്നെ ഇരിക്കുന്ന മിഡിലുള്ള ഒരു ആക്സിസും ഉണ്ടാവും. അപ്പോൾ ഈ സർഫസിനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂട്രൽ സർഫസ്. ഓക്കെ, ന്യൂട്രൽ സർഫസ്. ഇനി നമ്മൾ പഠിക്കേണ്ട 1-2 ടൈം, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പഠിക്കേണ്ട 1-2 ടൈം. ഫസ്റ്റ് വൺ ഈസ് പ്ലെയിൻ ഓഫ് ബെൻഡിങ്. അതായത് ഈ ബെൻഡിങ് ഓഫ് ബീംസ് നടക്കുന്ന പ്ലെയിനിനെയാണ് നമ്മൾ പ്ലെയിൻ ഓഫ് ബെൻഡിങ് എന്ന് പറയാം. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മാറ്റി വരയ്ക്കാം. പ്ലെയിൻ ഓഫ് ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് നടക്കുന്ന പ്ലെയിൻ എന്നല്ല, ബെൻഡിങ് നടക്കുന്ന പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിരിക്കുകയാണ്. ഇപ്പോൾ ബെൻഡിങ് നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് ആ ബീം ബെൻഡ് ചെയ്തത് എന്ന് കരുതുക. അപ്പോൾ ഇത് അപ്പർ സർഫസ് അല്ലേ, ഇത് ലോവർ സർഫസ്, ഇതിൻ്റെ ഇടയ്ക്കുള്ളത് ഇത് ന്യൂട്രൽ സർഫസ്. ന്യൂട്രൽ സർഫസ്, ന്യൂട്രൽ സർഫസ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ദ ബീം ക്ലാംപ്ഡ് ഹൊറിസോണ്ടൽ. ഇത് ഇങ്ങനെ ഹൊറിസോണ്ടലി ഇതിങ്ങനെ ക്ലാമ്പ് ചെയ്തിരിക്കുന്ന ഒരു ബീമാണ്. ഈ ആക്സിസിൽ പീക്ക് എന്ന് പറയുന്ന ആക്സിസിൽ ക്ലാമ്പ് ചെയ്തിരിക്കുന്ന ബീമാണ്. അപ്പോൾ ഇതിൻ്റെ ആക്സിസ് ഓഫ് പ്ലെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ, ഈ ഒരു ആക്സിസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? പ്ലെയിൻ ഓഫ് ബെൻഡിങ്. ഈ ആക്സിസിൻ്റെ ബേസിലാണ് ഇതെന്ത് സംഭവിക്കുന്നത്? അതിന് ബെൻഡിങ് സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ തൽക്കാലം നമുക്ക് ഈ എഫ് ജി എച്ച് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പ്ലെയിനിലാണ് EFGH എന്ന് പറയുന്ന പ്ലെയിനിലാണ് ഇതിനെന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബെൻഡിങ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ പ്ലെയിനിനെ EFGH എന്ന് പറയുന്ന ഈ പ്ലെയിനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ ഓഫ് ബെൻഡിങ്. അപ്പോൾ എന്താണ് പ്ലെയിൻ ഓഫ് ബെൻഡിങ്? പ്ലെയിൻ ഓഫ് ബെൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്ലെയിൻ ഇൻ വിച്ച് ദ ബെൻഡിങ് ഓഫ് ബീംസ് ടേക്സ് പ്ലേസ്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് പ്ലെയിൻ ഓഫ് ബെൻഡിങ്. ഇനി അടുത്തത് ആക്സിസ് ഓഫ് ബെൻഡിങ്. ആക്സിസ് ഓഫ് ബെൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബെൻഡിങ് ഓൺ വിച്ച് ദ സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ് ഓഫ് ഓൾ ഫിലമെന്റ്സ് ലൈ. അതായത്
ഈ പ്ലെയിൻ ഓഫ് ബെൻഡിങ് ഇത്രയും ഓർത്താൽ മതി. ഈ പ്ലെയിൻ ഓഫ് ബെൻഡിങ്ങിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ ആണെങ്കിൽ ഇസഡ് ഡിറക്ഷൻ ആണ് പെർപെൻഡിക്കുലർ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഡിറക്ഷൻ ഇത് പുറകോട്ടുള്ള ഒരു ആക്സിസ് ആണ്. ഇത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ഇ എഫ് ജി എച്ച് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് ആക്സിസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെ വൈ ആക്സിസിന് അങ്ങനെ വരുന്നൊരു പ്ലെയിൻ ആണ് ഇ എഫ് ജി എച്ച് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന ആക്സിസ് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പുറകോട്ട് ഇസഡ് ഡിറക്ഷനിലുള്ള ഒരു ആക്സിസ് ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഓക്കെ, അതിനെ നമുക്കിപ്പോൾ തൽക്കാലം എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറയും. ആ ആക്സിസ് ആണ്, പെർപെൻഡിക്കുലർ ആക്സിസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആക്സിസ് ഓഫ് ബെൻഡിങ്. ആക്സിസ് ഓഫ് ബെൻഡിങ്. അപ്പോൾ നമുക്ക് കുറച്ച് ടേംസ് കിട്ടി. ന്യൂട്രൽ സർഫസ് എന്താണ്, ആക്സിസ് ഓഫ് ബെൻഡിങ് എന്താണ്, പ്ലെയിൻ ഓഫ് ബെൻഡിങ് എന്താണ് എന്ന് മനസ്സിലായി. ഇനി അടുത്തത് ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ദ ആക്സിസ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ പ്ലെയിൻ ഓഫ് ബെൻഡിങ് ആൻഡ് ന്യൂട്രൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലെയിൻ ഓഫ് ബെൻഡിങ്ങും ഇവിടെ ഇതിന്റെ ആക്സിസ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് പ്ലെയിൻ ഓഫ് ബെൻഡിങ് ആൻഡ് ന്യൂട്രൽ സർഫസ്, ഇതിന്റെ രണ്ടിന്റെയും കൂടെ ആക്സിസ് ഓഫ് ഇങ്ങനെ വരും. ഇതിൻ്റെ അകത്ത് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ആക്സിസ്, ഇതിനെ നമുക്കൊന്ന് ഇത് നമുക്ക് എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലെയിൻ ആണ് ശരിക്കും നമ്മുടെ ന്യൂട്രൽ സർഫസ്. ന്യൂട്രൽ സർഫസ് ഇത്രയും ന്യൂട്രൽ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇതിന്റെ ഈ ഒരു ആക്സിസ് ഒരു സിംഗിൾ ആക്സിസ് എം എന്നുകൊണ്ട് മാർക്ക് ചെയ്യുന്ന ഈ ഒരു സിംഗിൾ ആക്സിസ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ പ്ലെയിൻ ഓഫ് ബെൻഡിങ്, ആക്സിസ് ഓഫ് ബെൻഡിങ്, ന്യൂട്രൽ ആക്സിസ് ആൻഡ് ന്യൂട്രൽ സർഫസ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബെൻഡിങ് മൊമെന്റ്. എന്താണ് ബെൻഡിങ് മൊമെന്റ്? ഒരു റോഡ് ഇതുപോലെ ഒരെണ്ണം പ്ലാൻ ചെയ്തിട്ട് മറ്റേ എൻഡില് ഒരു മാസ് ഇട്ടിട്ട് മാസ് ഇവിടെ ഇങ്ങനെ ഇടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ബെൻഡ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ഈ ബെൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിനകത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഈ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇതിങ്ങനെ ബെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ അകത്ത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യും അല്ലെ? അപ്പോൾ ഈ ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇത് ഈ ബെൻഡിങ് നടക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഇക്വിലിബ്രിയം ഡയറക്ഷനിലുള്ള ബെൻഡിങ് ആണ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വെൻ ദ ബീം ഈസ് ഇൻ ഇക്വിലിബ്രിയം, ഈ ബീം ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെങ്കിൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന റീസ്റ്റോറിംഗ് കപ്പിൾ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കപ്പിളിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ റീസ്റ്റോറിംഗ് കപ്പിൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ റീസ്റ്റോറിംഗ് കപ്പിളിന്റെ ഇതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ കപ്പിളിന്റെ മൊമെന്റ് ഓഫ് ദിസ് കപ്പിൾ ഈസ് കോൾഡ് ബെൻഡിങ് മൊമെന്റ്. അതായത് എന്താ? ഒരു ബീം ഒരു എൻഡ് ക്ലാമ്പ് ചെയ്യുന്നു, മറ്റേ എൻഡില് നമ്മൾ എം മാസ് അറ്റാച്ച് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇതിൻ്റെ അകത്ത് ഈ ക്ലാമ്പ്ഡ് എൻഡിന്റെ താഴോട്ട് വരുന്നതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇതിൻ്റെ അകത്ത് ഫോം ചെയ്യും അല്ലെ? അപ്പൊ ഈ ഒരു ഇന്റേണൽ കപ്പിൾ ഇതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യും. നമ്മുടെ ഈ ബീം ബെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ അകത്ത് ഒരു ഇന്റേണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ബെൻഡിങ്ങിനെ ഓപ്പോസ് ചെയ്യുന്ന ഒരു ഇന്റേണൽ ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സ് ഓഫ് ദി ബെൻഡിങ് ആൻഡ് പിന്നെ റീസ്റ്റോറിംഗ് കപ്പിൾ ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കുമ്പോഴാണ് ഇത് ഏത് കണ്ടീഷനിലാണെന്ന് പറയുന്നത്? ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് എന്ന് അറിയാം. അപ്പൊ ഈ സമയത്ത് ഇതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ കപ്പിളിന്റെ മൊമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെൻഡിങ് മൊമെന്റ്. അതെന്താണ് ഇന്റേണൽ കപ്പിൾ? മൊമെന്റ് ഓഫ് ഇന്റേണൽ കപ്പിൾ എന്താണ് നോക്കണം. അപ്പൊ നമുക്ക് ഒരു ബെൻഡിങ് മൊമെന്റിനെ നമ്മൾ എക്സ്പ്രഷൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതിനെ ഇവിടെ ഇടണം. ഇതിനെ എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മൾ ഇത് എം മാസുള്ള ഒരു ബോഡി അറ്റാച്ച് ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ലോഡ്. ഇത് നമ്മളുടെ റോഡാണ്, യൂണിഫോം റോഡാണ്. അപ്പോൾ ആ റോഡിന് ബെൻഡിങ് നടത്തിയിട്ടുണ്ട്. പിന്നെ അറ്റത്ത് എം ലോഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതിനെന്ത് സംഭവിച്ചു? ചെറിയൊരു കർവ് വേണം. അപ്പൊ
അപ്പം ഈ സമയത്ത് ഇതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റിന്റെ എക്സ്പ്രഷൻ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് ഇതിനകത്ത് ഇങ്ങനെ അല്ലെ, മുകളിലത്തെ പാർട്ട് കോൺവെക്സ് ആണ്. അപ്പൊ നമുക്കതിനെ എ ഡാഷ് ബി ഡാഷ്. ഒറിജിനലി ഉള്ള ഈ റോഡ് ഇത് എ ബി എന്ന് പറയുന്ന ഒരു റോഡായിരുന്നു. അതെന്തായി എ ഡാഷ് ബി ഡാഷ് ആയിട്ട് അതിനെ ബെൻഡിങ്. പിന്നെ അത് അതുപോലെ തന്നെ താഴോട്ട് ഈ പാർട്ടിനെ നമുക്ക് സി ഡി എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതെന്തായിട്ട് മാറി, സി ഡി എന്ന് പറയുന്നത് ഇത് കോൺകേവ് ഡയറക്ഷനിലേക്കായി. അപ്പൊ അതാരായിട്ട് നമുക്ക് അതിനെ വിളിക്കാം സി ഡാഷ് ഡി ഡാഷ്, സി ഡാഷ് ഡി ഡാഷ്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന 1-2 ലെയറും കൂടെ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലെയറിനെ നമുക്കിത് 2 ലെയറിനെ മാർക്ക് ചെയ്യാം. ഈ ഡയറക്ഷനിൽ നമുക്ക് ഇ ഡാഷ് എഫ് ഡാഷ് ജി ഡാഷ് എച്ച് ഡാഷ്. ഓക്കെ, ഇടയ്ക്കുള്ള 2 ലെയറിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. അതുപോലെ അങ്ങനെ നമ്മൾ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്തായിട്ട് കൺസിഡർ ചെയ്യാണ്. അപ്പൊ ഇതിന്റെ അറ്റത്ത് ഇതിന്റെ സെന്റർ O, ഈ ഉണ്ടാക്കുന്ന ആംഗിള് തീറ്റ. അപ്പൊ ഇതിന്റെ ന്യൂട്രൽ ആക്സിസ് ഇതാണ്. ഇതിന്റെ ന്യൂട്രൽ ആക്സിസ് ഏതാണ്, ഈ എഫ് എന്ന് പറയുന്ന ആക്സിസിന് ഒന്ന് ചേഞ്ച് ആണ് ഈ ഡാഷ് എഫ് ഡാഷ്. ഓക്കെ, അപ്പൊ ഇത് ഒരു എൻഡിൽ ക്ലാമ്പ് ചെയ്തിരിക്കും. ഇതിന്റെ അകത്ത് വേറൊരു പോയിന്റ് ഇതാണ്, ഈ ജി എച്ച് എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. അതിന് വന്നിരിക്കുന്നതാണ് ഈ ചേഞ്ച്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത് അതിന്റെ ഒറിജിനൽ പൊസിഷൻ, ഇത് അതിന് വന്നിരിക്കുന്ന ചേഞ്ച്. ശരി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ നമ്മൾ എക്സ്പ്രഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതിന്റെ അകത്ത് എ ബി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇലോങ്ങേറ്റഡ് ടു എ ഡാഷ് ബി ഡാഷ്. എ ബി എന്ന് പറയുന്നത് കോൺവെക്സ് എ ഡാഷ് ബി ഡാഷ് ആയിട്ട് ഇലോങ്ങേറ്റ് ചെയ്തു. സി ഡി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഷോർട്ടൻഡ് ടു സി ഡാഷ് ഡി ഡാഷ്. ഇപ്പം ന്യൂട്രൽ ആക്സിസ് ഇ ഡാഷ് ബി ഡാഷ് ഹാസ് നൈദർ എക്സ്റ്റെൻഡഡ് നോർ ഷോർട്ടൻഡ്. അപ്പൊ ഈ ഇ ഡാഷ് എഫ് ഡാഷ് എന്ന് പറയുന്നത് ശരിക്കും വരച്ചിരിക്കുന്നതിന്റെ ഇതാണ്. ഇത് സെയിം ലെങ്ത് ആണ്. ഇ തൊട്ട് എഫ് വരെയുള്ള ലെങ്ത് ഇവിടെ സെയിം ആണ് കേട്ടോ. ഈ എഫ് സെയിം ലെങ്ത് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. ഇത് ന്യൂട്രൽ ആക്സിസ് ആണ്, അതിന് ചേഞ്ച് ഇല്ല. ഇ എഫ് ഇ ഡാഷ് എഫ് ഡാഷ് ന്യൂട്രൽ ആക്സിസ് ആണ്, അതിന് ചേഞ്ച് ഇല്ലാത്തതായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. പിന്നെ സ്മോൾ പോർഷൻ ഓഫ് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് ഇസ് ബെൻഡ് ഇൻ ദ ഫോം ഓഫ് എ സർക്കുലർ ആർക്ക്. അല്ലെ, ഇതൊരു സർക്കുലർ ആർക്ക് പോലെയാണ് ഇത് ബെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം, ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് ഈ തീറ്റ, ഈ ബെൻഡിങ് നടക്കുന്നതിന് മുൻപ് ജി എച്ച് എന്ന് പറയുന്നതും ഇ എഫ് എന്ന് പറയുന്നതും ഈക്വൽ ആയിരുന്നു. അല്ലെ, ജി എച്ച് എന്ന് പറയുന്നതും ഇ എഫ് എന്ന് പറയുന്നതും ബെൻഡിങ്ങിന് മുമ്പ് ഈക്വൽ ലെങ്ത് ആയിരുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്, ഇ ഡാഷ് എഫ് ഡാഷ്. ശരിയല്ലേ, കാരണം ഇ ഡാഷ് എഫ് ഡാഷ് എന്ന് പറയുന്നത് ന്യൂട്രലാണ്, ഇതിന്റെ ലെങ്ത്തിൽ ചേഞ്ച് ഇല്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ആംഗിൾ ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. അല്ലെ, ഓക്കെ. അപ്പൊ ഇവിടുത്തെ ആംഗിൾ തീറ്റ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഇ ഡാഷ് എഫ് ഡാഷ് ഡിവൈഡഡ് ബൈ ഇതിന്റെ റേഡിയസ്. ഇതിന്റെ റേഡിയസ് ആയിട്ട് നമുക്ക് ക്യാപിറ്റൽ ആറിനെ എടുക്കാം. ദെൻ ഈക്വൽ ടു അതിൽ നിന്ന് ഇ ഡാഷ് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ. ദെൻ ഇതിനെ നമുക്ക് ആർ തീറ്റ എന്ന് പറയും. ഓക്കെ, ആഫ്റ്റർ ബെൻഡിങ് കഴിയുമ്പോൾ ജി ഡാഷ് എച്ച് ഡാഷ് എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും, ഈ ബെൻഡിങ്ങിന് ശേഷം ജി ഡാഷ് എച്ച് ഡാഷിന് ചേഞ്ച് ഉണ്ടാവും. ആ ജി ഡാഷ് എച്ച് ഡാഷ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ജി ഡാഷ് എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു ആർ പ്ലസ് ഇസഡ് ഇൻറ്റു തീറ്റ. ഇസഡ് എന്ന് പറയുന്നത് ഇതിനകത്തുണ്ടാകുന്ന ചെറിയ ബെൻഡിങ്, ഇതിനകത്തുണ്ടാകുന്ന ചെറിയ ചേഞ്ച് ആണ്, ലെങ്തിൻ്റെ അകത്തുണ്ടാകുന്ന ചേഞ്ച് ആണ് ഈ ഇസഡ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബെൻഡിങ് കഴിയുമ്പോൾ ജി എച്ച് എന്നുള്ളത് ആർ തീറ്റ ആയിരുന്നത് ജി ഡാഷ് എച്ച് ഡാഷ് എന്നുള്ളത് കുറച്ച് ലെങ്ത് ഇലോങ്ങേറ്റ് ചെയ്യും. ദെൻ ആർ പ്ലസ് ഇസഡ് ഇൻറ്റു തീറ്റ. ദെൻ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ജി എച്ച്, ചേഞ്ച് ഇൻ ലെങ്ത് ജി എച്ച് ഈക്വൽ ടു എന്താണ്, ആർ പ്ലസ് ഇസഡ് തീറ്റ മൈനസ് ഓഫ് ആർ തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ തീറ്റ പ്ലസ് ഇസഡ് തീറ്റ മൈനസ് ആർ തീറ്റ ഈസ് ഈക്വൽ ടു. Okay, then tensile strain equal to tensile strain കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താണ് tensile strain. അതിൻ്റെ അകത്ത് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. അല്ലെ, ഇതിൻ്റെ അകത്ത് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഇസഡ് തീറ്റ ഡിവൈഡഡ് ബൈ അതിന്റെ ഒറിജിനൽ ലെങ്ത് എന്തായിരുന്നു നമ്മൾ കണ്ടുപിടിച്ച് വെച്ചത്, ആർ തീറ്റ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇസഡ് ഡിവൈഡഡ് ബൈ ആർ. ഇത്രയും ക്ലിയർ ആയല്ലോ.
ഇനി അടുത്തത് നമ്മൾ ഇതിന് യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാൻ പോവാണ്. കാരണം നമ്മൾ ലെങ്ത്തിന്റെ ബേസിലാണ് ഇത്രയും ചെയ്തത്. ദെൻ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്? ടെൻസൈൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ടെൻസൈൽ സ്ട്രെയിൻ അല്ലെ, സ്ട്രെയിൻ. അപ്പൊ എന്ത് വരും? ഇതിൻ്റെ അകത്തുനിന്ന് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിൻ ഇസഡ് ബൈ ആണ് അല്ലെ. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് ടെൻസൈൽ സ്ട്രെസ്സിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് y ഇൻറ്റു ടെൻസൈൽ സ്ട്രെയിൻ. അപ്പോൾ യങ്സ് മോഡുലസിനെ നമ്മൾ y കൊണ്ട് തന്നെ ഡിനോട്ട് ചെയ്യുന്നു. ടെൻസൈൽ സ്ട്രെയിൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, ഇസഡ് ഡിവൈഡഡ് ബൈ r. ഓക്കെ, ഇതാണ് ടെൻസൈൽ സ്ട്രെസ്. ഇനി നമുക്ക് പുതിയതായിട്ട് കിട്ടിയിരിക്കുന്ന ആ ഒരു പാർട്ടിനെ ഞാൻ ഇവിടെ ചരിച്ച് ഒന്ന് റെപ്രസെന്റ് ചെയ്യാണ്. നമുക്ക് പുതുതായിട്ട് കിട്ടിയിരിക്കുന്ന പാർട്ട് ഇങ്ങനെയാണ്: എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ്, ഡി ഡാഷ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ ഒരു കുഞ്ഞ് ഏരിയ, അതായത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് ഈ ബീമിന്റെ ക്രോസ് സെക്ഷൻ നമ്മൾ ഈ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നോക്കുമ്പോൾ ഉള്ള ഇമേജ് ആണ് നമ്മൾ പ്രൊജക്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഡയറക്ഷനിലുള്ള വ്യൂ, ആ ബീമിന്റെ ഇമേജ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് എന്ന് പറയുന്ന ഒരു പാർട്ട് കിട്ടും. ഇതിൻ്റെ അകത്ത് ഡെൽറ്റ എ വിത്ത് സ്മോൾ ക്രോസ് സെക്ഷണൽ ഏരിയ. ഇതിൻ്റെ അകത്തെ ചെറിയ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ഡെൽറ്റ എ ആണ്. ക്രോസ് സെക്ഷണൽ ഏരിയ ഡെൽറ്റ എ ആണ് ഇതിൻ്റെ അകത്ത്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് എഴുതാം? ഫോഴ്സ് ദി ഡെൽറ്റ എ എന്ന് പറയുന്ന ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഈ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലെ. അപ്പൊ ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? എ കൊണ്ട് y ഇൻറ്റു ഇസഡ് ബൈ ആർ ഇൻറ്റു ആ ചെറിയ ഏരിയ ഡെൽറ്റ എ. ദെൻ മൊമെന്റ് ഓഫ് ദ ഫോഴ്സ്. ദെൻ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് എ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ then that quantity multiplied by the distance. അപ്പോൾ ഇതിനെ നമ്മൾ സ്മോൾ dz എന്ന് പറയുന്ന സ്മോൾ ഡിസ്റ്റൻസ് ആണ്, z ഡയറക്ഷൻ ആണ് എടുക്കുന്നത്. then y into z divided by r into delta a into moment of force എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y into z സ്ക്വയർ delta a divided by r. ഓക്കെ, ഈ മൊമെന്റിന്റെ കോൺസെപ്റ്റ് കിട്ടിയോ? മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഇസഡിന്റെ ടേംസിലായതുകൊണ്ട് ഇസഡ് കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. y z സ്ക്വയർ ഡെൽറ്റ a ഡിവൈഡഡ് ബൈ r. ഇതാണ് മൊമെന്റ് ഓഫ് ഫോഴ്സ് എബൌട്ട് ദ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് മൊമെന്റ് ഓഫ് ദി ഫോഴ്സിന്റെ എക്സ്പ്രഷൻ കിട്ടും. ഇനി ഇങ്ങനെ മൊമെന്റ് ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ദീസ് എലമെന്ററി ഏരിയാസ് ഇൻ ദ അപ്പർ ആൻഡ് ലോവർ ഹാഫ് ഗിവ് ദ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ടോട്ടൽ മൊമെന്റ് ഓഫ് ദ ഫോഴ്സ് ആണ്. ഇതിന്റെ അപ്പർ ഹാഫിലും അതുപോലെ തന്നെ ലോവർ ഹാഫിലും ഇതെന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഇതുപോലെ മൊമെന്റ് ഓഫ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മളൊരു ചെറിയ ഏരിയ മാത്രം എടുത്തിട്ടാണ് ഈ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അത് അപ്പർ ആൻഡ് ലോവർ ആക്സിസിൽ സെയിം ബെൻഡിങ് നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ സം എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? സം ഓഫ് ഓൾ y z സ്ക്വയർ ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ദാറ്റ്സ് ഈക്വൽ ടു y ബൈ r ഇൻറ്റു summation z square into delta a. That's equal to y into z square delta a എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? z എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ് അല്ലെ, z സ്ക്വയർ ഡെൽറ്റ a. അതിനെ നമ്മൾ തൽക്കാലം ഓക്കെ, ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയില്ല. z സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ a എന്ന് പറയുന്നതിനെ നമ്മൾ അതിനെ ജോമെട്രിക്കൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. It is called a geometrical moment of inertia of the cross section or second moment of inertia എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുന്നതിന് പകരം ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ കേട്ടോ. ആ കോൺസെപ്റ്റ് ആണ് ജോമെട്രിക്കൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഓർ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് സെക്കൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ ഇതിനെ y ബൈ ആർ ഇൻറ്റു ഐ എന്ന് പറയും. ഇവിടുത്തെ ഐ എം ആർ സ്ക്വയർ അല്ല, ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണം. ദെൻ ബെൻഡിങ് മൊമെന്റ് y ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ ആർ. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പൊ ഇത് സമ്മേഷൻ കളയുന്നത് ടോട്ടൽ എ ആയി. ദെൻ എ ഇൻറ്റു ഇസഡ് സ്ക്വയർ, അതിനെയാണ് നമ്മൾ എന്തെന്ന് ഡിനോട്ട് ചെയ്തത്? ജോമെട്രിക്കൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയി. അപ്പൊ നമുക്ക് ഇതിനെ വീണ്ടും നമ്മളുടെ പഴയ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ടേംസിൽ എഴുതിയാൽ എ ഇൻറ്റു ഇസഡ് സ്ക്വയറിന് പകരം എ ഇൻറ്റു കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു റെക്ടാങ്കുലാർ ബീം ആണ്. ഒരു റെക്ടാങ്കുലാർ ബീമിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് നമുക്കറിയാം ബി ഇൻറ്റു ഡി ക്യൂബ് ഡിവൈഡഡ് ബൈ 2 അല്ലെ. കാരണം ഇവിടെ ഏരിയയാണ്, എം ഇൻറ്റു എന്നുള്ളത് മാറി ബി ഇൻറ്റു ആണ്, അതായത് ബി ഇൻറ്റു ഡിന്റെ ഏരിയ ആയിട്ട്. ദെൻ എ കെ സ്ക്വയർ
ഈക്വൽ ടു ബി ഇൻറ്റു ഡി ക്യൂബ് ഡിവൈഡഡ് ബൈ. ഓക്കെ, അപ്പം ഇത് ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഇൻറ്റു കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു, നമുക്ക് എ ഇൻറ്റു കെ സ്ക്വയറിനെ നമുക്ക് എന്ത് പറയാം? ശരിക്കും സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ 5 ഇൻറ്റു ആർ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4. അതായത് എ കെ സ്ക്വയർ എന്ന് പറയുന്നത് അവിടെ ഐ ആണ്. ഇവിടെ ഐ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ ബൈ 4 അല്ലെ. ഇവിടെ എം ആർ സ്ക്വയർ ബൈ 4ന് പകരം എമ്മിന് പകരം ഏരിയ വരും എന്നുള്ളതേ ഉള്ളൂ. then പൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ ബൈ 4, അതിനെയാണ് നമ്മൾ എം പൈ ആർ റേസ് ടു 4 ഡിവൈഡ് ബൈ 4. ഇതാണ് ഇതിന്റെ കേസ്. ദെൻ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, ബെൻഡിങ് മൊമെന്റിന് നമുക്കിപ്പോൾ ഒരു എക്സ്പ്രഷൻ കിട്ടി. ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് കിട്ടി? ബെൻഡിങ് മൊമെന്റ് ഈക്വൽ ടു വൈ ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ ആർ എന്നുള്ള എക്സ്പ്രഷൻ കിട്ടി. ഇനി ഈ ബെൻഡിങ് മൊമെന്റ് വൈ ഐ ബൈ ആറിനെ നമുക്ക് വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഫ്ലെക്സ്യൂറൽ റിജിഡിറ്റി ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് കർവ്. ഇതിനെ നമ്മൾ പറയുന്നത് ഫ്ലെക്സ്യൂറൽ റിജിഡിറ്റി ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് കർവ്. ഇപ്പൊ എന്താണ് ഈ ഫ്ലെക്സ്യൂറൽ റിജിഡിറ്റി? ഫ്ലെക്സ്യൂറൽ റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ ബെൻഡിങ് നടക്കുന്നതിനുള്ള റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു റോഡ് ബെൻഡ് ചെയ്യുന്നതിനെ ഓപ്പോസ് ചെയ്യുന്ന ഫാക്ടറിനെയാണ് നമ്മൾ എന്ന് പറയാം ഫ്ലെക്സ്യൂറൽ റിജിഡിറ്റി. അപ്പം ഈ ഫ്ലെക്സ്യൂറൽ റിജിഡിറ്റി എന്ന് പറയുന്നത് ഒരു റോഡ് ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ ആ ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഓപ്പോസ് ചെയ്യും. അതാണ് ഫ്ലെക്സ്യൂറൽ റിജിഡിറ്റി. അപ്പം നമുക്ക് ബെൻഡിങ് മൊമെന്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ബെൻഡിങ് മൊമെന്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഫ്ലെക്സ്യൂറൽ റിജിഡിറ്റി ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഫ്ലെക്സ്യൂറൽ റിജിഡിറ്റി എന്ന് പറയുന്നത് ഇവിടെ y ഇൻറ്റു ഐ ആണ് നമ്മൾ ഫ്ലെക്സ്യൂറൽ റിജിഡിറ്റി എന്ന് പറയാം. ദെൻ ആർ ഈക്വൽ ടു 1, ഒരു യൂണിറ്റ് റേഡിയസ് ഉള്ള കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഈക്വൽ ടു നമുക്ക് എന്താ പറയാം? y ഇൻറ്റു ഐ, ദാറ്റ് ഈസ് ഫ്ലെക്സ്യൂറൽ റിജിഡിറ്റി എന്ന് പറയാം അല്ലെ. ദെൻ ഫ്ലെക്സ്യൂറൽ റിജിഡിറ്റി ഈസ്, അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് the ratio of the bend. It is defined as എന്താണ്? The bending moment. Flexural rigidity is the bending moment when the radius is unit. So radius of beam unit ആണെങ്കിൽ flexural rigidity എന്ന് പറയുന്നത് bending momentനോട് equivalent ആണ്. And flexural rigidity y I is equal to y into I ക്ക് പകരം a square. Then this is flexural rigidity. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? bending of beams. നമ്മൾ ആദ്യം ബെൻഡിങ് ഓഫ് ബീം എന്താണ്, പിന്നെ ആ ബെൻഡിങ് ഓഫ് ബീമിന്റെ കേസിൽ നമുക്ക് അത്യാവശ്യം ന്യൂട്രൽ സർഫസ് എന്താണ്, പിന്നെ ന്യൂട്രൽ ആക്സിസ് എന്താണ്, പിന്നെ ആക്സിസ് ഓഫ് ബെൻഡിങ് എന്താണ്, പ്ലെയിൻ ഓഫ് ബെൻഡിങ് എന്താണ്. അപ്പോൾ നേരത്തെ ഞാനിവിടെ പറഞ്ഞത് ന്യൂട്രൽ സർഫസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ആക്സിസ് മാത്രമേ വരച്ചുള്ളൂ. അത് ന്യൂട്രൽ ആക്സിസ് ആണ് കേട്ടോ, ന്യൂട്രൽ ആക്സിസ് ആണ്. ന്യൂട്രൽ സർഫസ് എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെ വരും. ഇതിന്റെ അകത്ത് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ല, അതിന് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ചിരിക്കുന്നതിലെ ഒരു പാരലൽ സർഫസിനെയാണ് ന്യൂട്രൽ സർഫസ് എന്ന് പറയുക. അതിന്റെ നടുക്കൂടെയുള്ള ഒരു ലൈനിനെയാണ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുക. ഒന്ന് നോട്ട് ചെയ്തോണേ. പിന്നെ ന്യൂട്രൽ സർഫസ്, ന്യൂട്രൽ ആക്സിസ്, ആക്സിസ് ഓഫ് ബെൻഡിങ് ആൻഡ് പ്ലെയിൻ ഓഫ് ബെൻഡിങ്. പിന്നെ അടുത്തത് ബെൻഡിങ് മൊമെന്റ്. ബെൻഡിങ് മൊമെന്റിന് നമ്മളൊരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ആ ബെൻഡിങ് മൊമെന്റിന്റെ എക്സ്പ്രഷൻ ഒക്കെ നമുക്ക് പ്രോബ്ലത്തിന് ആവശ്യം ഉണ്ടാവും, അത്